ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള യൂണിറ്റിലെ 2 അസൈൻമെൻറ്റ് പ്രോബ്ലമാണ്. സോൾവ് ഫോർ എക്സ് ഒന്നാമത്തെ 5 - 3x = -1 എന്നാണ്. നമുക്ക് വേരിയബിൾ പാർട്ടിന് ലെഫ്റ്റ് സൈഡിലും സമവാക്യത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്പേഴ്സിനെ മാറ്റി എഴുതണം. അതായത് -3x = 5 സമവാക്യത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -5 ആയി. അപ്പോൾ -3x = -6 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -6 ബൈ -3 എന്നാവും. കാരണം സമവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഇൻറ്റു -3 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ -3 എന്നായി. മൈനസ് ക്യാൻസലായി 6/3 = 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2x² - 5x + 3 = 0. ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതായത് ax² + bx + c = 0 എന്നുള്ള ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ x = -b ± √b² - 4ac/2a ചെയ്താൽ മതി. ഇവിടെ a = 2, b = -5, c = 3 ആണ്. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് എക്സ് കാണാനുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. -b ± √b² - 4ac/2a. അതായത് -b എന്ന് പറയുമ്പോൾ -5 ± √b² എന്ന് പറയുമ്പോൾ -5 ഹോൾ സ്ക്വയർ -4 × a 2 c 3. അപ്പോൾ 2 4 ac. അപ്പോൾ 4 × 2 × 3 ഡിവൈഡഡ് ബൈ 2 × 2. -5 എന്ന് പറയുമ്പോൾ +5 ±-5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 4 × 2 × 3 24 ഡിവൈഡഡ് ബൈ 2 × 2 4. = 5 ± √25 - 24 പറയുമ്പോൾ 1 ആണ്. √1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 4. എക്സിൻ്റെ വാല്യൂ 5 + 1/4 ആണെങ്കിൽ നമുക്ക് അതിന് 6/4 എന്ന് എഴുതാം. അതായത് 3/2 എന്ന് എഴുതാം. അതല്ല എക്സ് 5 - 1/4 എന്നാണെങ്കിൽ 4/4 = 1 എഴുതാം. x = 3/2 or x = 1.